ഓക്കെ. അപ്പോൾ നമ്മൾ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്ന 9ാമത്തെ ചാപ്റ്റർ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സോടുകൂടി ആ ഒരു ചാപ്റ്റർ അവസാനിക്കുകയാണ്. അപ്പോൾ അതിൽ ഫിക്സഡ് ക്യാപിറ്റലിനെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട ഫാക്ടേഴ്സ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞു. ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദ റിക്വയർമെൻറ്റ് ഓഫ് ഫിക്സഡ് ക്യാപിറ്റൽ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞു. നമുക്കൊരു ചെറിയ ഭാഗം കൂടി പറയാനുള്ളൂ. ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദ റിക്വയർമെൻറ്റ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ അഥവാ വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ റിക്വയർമെൻറ്റിനെ ബാധിക്കുന്ന ഫാക്ടേഴ്സ് കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ചാപ്റ്റർ അവസാനിക്കുകയാണ്. അപ്പോൾ എന്താണ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താണ്? വർക്കിംഗ് ക്യാപിറ്റൽ മീൻസ് ദ ക്യാപിറ്റൽ നീഡഡ് ഫോർ ദ ഡേ ടു ഡേ ഓപ്പറേഷൻസ് ഓഫ് എ ബിസിനസ്. ഒരു ബിസിനസ്സിൻ്റെ ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് ആവശ്യമുള്ള ക്യാപിറ്റലിനെയാണ് നമ്മൾ വർക്കിംഗ് ക്യാപിറ്റൽ അല്ലെങ്കിൽ പ്രവർത്തന മൂലധനം എന്ന വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ കറണ്ട് അസറ്റ് മൈനസ് കറണ്ട് ലയബിലിറ്റീസ് ആണ്. അല്ലെങ്കിൽ ടോട്ടൽ കറണ്ട് അസറ്റിൽ നിന്നും ടോട്ടൽ കറണ്ട് ലയബിലിറ്റീസ് നമുക്ക് റെഡ്യൂസ് ചെയ്യുമ്പോൾ കിട്ടുന്ന തുകയാണ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്ക് പറയാനുള്ള ലാസ്റ്റ് ഭാഗം എന്ന് പറയുന്നത് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദ റിക്വയർമെൻറ്റ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ. വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ റിക്വയർമെൻറ്റിനെ ബാധിക്കുന്ന ഫാക്ടേഴ്സ് എന്തെല്ലാമാണെന്നാണ് പറയാനുള്ളത്. 12 തരത്തിലുള്ള ഫാക്ടേഴ്സാണ് വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ റിക്വയർമെൻറ്റിനെ ബാധിക്കുന്നത്. ഏറ്റവും ആദ്യം പറയുന്നത് നാച്ചർ ഓഫ് ബിസിനസ്, രണ്ടാമത്തേത് സ്കെയിൽ ഓഫ് ഓപ്പറേഷൻസ്, മൂന്നാമത്തേത് ബിസിനസ് സൈക്കിൾ, നാലാമത്തേത് സീസണൽ ഫാക്ടേഴ്സ്, അഞ്ചാമത്തേത് പ്രൊഡക്ഷൻ സൈക്കിൾ, ആറാമത്തേത് ക്രെഡിറ്റ് അലൗഡ്, ഏഴാമത്തേത് ക്രെഡിറ്റ് അവൈൽഡ്, എട്ടാമത്തേത് ഓപ്പറേറ്റിംഗ് എഫിഷ്യൻസി, ഒമ്പതാമത്തേത് അവൈലബിലിറ്റി ഓഫ് റോ മെറ്റീരിയൽ, പത്താമത്തേത് ഗ്രോത്ത് പ്രോസ്പെക്ട്സ്, 11 ലെവൽ ഓഫ് കോമ്പറ്റീഷൻ, 12 ഇൻഫ്ലേഷൻ. ഇനി ഇത് ഓരോന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ പറയുന്നത് നാച്ചർ ഓഫ് ബിസിനസ് അല്ലെങ്കിൽ ബിസിനസ്സിൻ്റെ സ്വഭാവം എന്ന് പറയുന്നത്. എ ട്രേഡിംഗ് ഓർഗനൈസേഷൻ യൂഷ്വലി നീഡ്സ് എ സ്മാളർ എമൗണ്ട് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ കമ്പയർഡ് ടു എ മാനുഫാക്ചറിംഗ് ഓർഗനൈസേഷൻ. അതർ ഫാക്ടേഴ്സ് റിമൈനിങ് ദ സെയിം, എ ട്രേഡിംഗ് ബിസിനസ് റിക്വയേഴ്സ് ലെസ് വർക്കിംഗ് ക്യാപിറ്റൽ. അതായത് ബിസിനസ്സിൻ്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ ഒരു നിർമ്മാണ സ്ഥാപനങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വ്യാപാര സ്ഥാപനങ്ങൾക്ക് കുറച്ച് പ്രവർത്തന മൂലധനം മാത്രമേ ആവശ്യമുള്ളൂ. സേവന വ്യവസായ സ്ഥാപനങ്ങൾക്കും നിർമ്മാണ സ്ഥാപനങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറച്ച് പ്രവർത്തന മൂലധനം മാത്രം മതിയാകും. അപ്പോൾ കൺസിഡറിങ് ദ ഓർഗനൈസേഷനെ കൺസിഡർ ചെയ്ത് നോക്കുമ്പോൾ ട്രേഡിംഗ് ഓർഗനൈസേഷനാണോ മാനുഫാക്ചറിങ് ഓർഗനൈസേഷനാണോ എന്നിങ്ങനെ കൺസിഡർ ചെയ്യണം. അപ്പോൾ ട്രേഡിംഗ് ഓർഗനൈസേഷൻ ആണെങ്കിൽ സ്മാളർ എമൗണ്ട് ഓഫ് വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ അളവ് താരതമ്യേന കുറച്ച് മതി. ഒരു മാനുഫാക്ചറിംഗ് ഓർഗനൈസേഷൻ ആണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ അളവ് വർദ്ധിപ്പിക്കേണ്ടതായിട്ട് വരും. അതുകൊണ്ട് തന്നെ അതർ ഫാക്ടേഴ്സ് റിമൈനിങ് ദ സെയിം, മറ്റുള്ള ഫാക്ടേഴ്സുകളെല്ലാം തുല്യമാണെന്നുണ്ടെങ്കിൽ എ ട്രേഡിംഗ് ബിസിനസ് റിക്വയേഴ്സ് ലെസ് വർക്കിംഗ് ക്യാപിറ്റൽ. ഒരു ട്രേഡിംഗ് ബിസിനസ്സിന് കുറച്ച് മൂലധനം മാത്രമാണ് ആവശ്യമായിട്ട് വരുന്നുള്ളൂ. രണ്ടാമത്തേത് സ്കെയിൽ ഓഫ് ഓപ്പറേഷൻസ് അല്ലെങ്കിൽ പ്രവർത്തനത്തിൻ്റെ അളവെന്ന് പറയുന്നത്. ഫോർ ഓർഗനൈസേഷൻസ് വിച്ച് ഓപ്പറേറ്റ് ഓൺ എ ഹയർ സ്കെയിൽ ഓഫ് ഓപ്പറേഷൻസ് ദ ക്വാണ്ടം ഓഫ് ഇൻവെൻ്ററി ആൻഡ് ഡെപ്റ്റേഴ്സ് റിക്വയർഡ് ഈസ് ജനറലി ഹൈ. സച്ച് ഓർഗനൈസേഷൻസ് therefore require large amount of working capital as compared to the organizations which operate on a lower scale. അതായത് പ്രവർത്തനത്തിൻ്റെ അളവ് എന്നാണ് വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്നത്. അതായത് ഒരു വലിയ അളവിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾക്ക് സ്റ്റോക്കും കടവും കൂടുതലായതിനാൽ പ്രവർത്തന മൂലധനം കൂടുതലായിട്ട് വേണ്ടിവരും. ഫോർ ഓർഗനൈസേഷൻസ് വിച്ച് ഓപ്പറേറ്റ് ഓൺ എ ഹയർ സ്കെയിൽ ഓഫ് ഓപ്പറേഷൻസ് അല്ലെങ്കിൽ ഹയർ സ്കെയിൽ ഓഫ് ഓപ്പറേഷൻസിൽ പെർഫോം ചെയ്യുന്ന ഓർഗനൈസേഷൻ ആണെങ്കിൽ ദ ക്വാണ്ടം ഓഫ് ഇൻവെൻ്ററി ആൻഡ് ഡെപ്റ്റേഴ്സ്, ഇൻവെൻ്ററിയും ഡെപ്റ്റേഴ്സും ജനറലി ഹൈ ആയിരിക്കും, കൂടുതലായിരിക്കും. Such organizations therefore require large amount of working capital as compared to the organizations which operate on a lower scale. ലോവർ സ്കെയിലിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന ഓർഗനൈസേഷനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇത്തരത്തിലുള്ള ഓർഗനൈസേഷൻസിന് ലാർജ് എമൗണ്ട് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ ആവശ്യമായിട്ട് വരും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഹയർ സ്കെയിൽ ഓഫ് ഓപ്പറേഷൻസിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന ഓർഗനൈസേഷൻ ആണെന്നുണ്ടെങ്കിൽ ക്വാണ്ടം ഓഫ് ഇൻവെൻ്ററി ആൻഡ് ഡെപ്റ്റേഴ്സ് എന്നുള്ളത് കൂടുതലായിട്ടും ജനറലി ഹൈ ആയിരിക്കും. അത്തരത്തിലുള്ള ഓർഗനൈസേഷൻസിന് വർക്കിംഗ് ക്യാപിറ്റൽ പ്രവർത്തന അളവ് അല്ലെങ്കിൽ വലിയ അളവിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾക്ക് സ്റ്റോക്കും കടവും കൂടുതലായതിനാൽ പ്രവർത്തന മൂലധനം കൂടുതലായിട്ട് അവർക്ക് വേണ്ടിവരും. മൂന്നാമത്തേത് ബിസിനസ് സൈക്കിൾ. ഇൻ കേസ് ഓഫ് ബൂം ദ സെയിൽസ് ആസ് വെൽ ആസ് പ്രൊഡക്ഷൻ ആർ ലൈക്ലി ടു ബി ലാർജർ ആൻഡ് therefore larger amount of working capital is required.
As against this, the requirement of working capital will be lower during the period of depression as the sales as well as production will be small. അതായത് സാമ്പത്തിക ഉയർച്ചയുടെ കാലത്ത് ഉൽപ്പാദനവും വിൽപ്പനയും വർദ്ധിക്കുന്നതിനാൽ കൂടുതൽ പ്രവർത്തന മൂലധനം ആവശ്യമാണ്. എന്നാൽ മാന്ദ്യത്തിൻ്റെ സമയത്ത് ഉൽപ്പാദനവും വിൽപ്പനയും കുറയുന്നതിനാൽ കുറച്ച് പ്രവർത്തന മൂലധനം മാത്രമേ ആവശ്യമായിട്ട് വരുന്നുള്ളൂ. അപ്പോൾ ബിസിനസ് സൈക്കിളിനെ അനുസരിച്ചിരിക്കും. ഇൻ കേസ് ഓഫ് ബൂം എന്ന് പറഞ്ഞാൽ എന്താണ്? സാമ്പത്തിക ഉയർച്ച. സാമ്പത്തിക ഉയർച്ച ഉണ്ടാകുന്ന സന്ദർഭത്തിൽ സെയിൽസ് ആസ് വെൽ ആസ് പ്രൊഡക്ഷൻ ആർ ലൈക്ലി ടു ബി ലാർജർ. വിൽപ്പനയും അതുപോലെ തന്നെ ഉൽപ്പാദനവും വർദ്ധിച്ചു വരും. അതുകൊണ്ട് തന്നെ ലാർജർ എമൗണ്ട് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ ഈസ് റിക്വയർഡ്. വർക്കിംഗ് ക്യാപിറ്റൽ സ്വാഭാവികമായിട്ടും കൂടുതലായിട്ട് വേണ്ടിവരും. ആസ് എഗെയിൻസ്റ്റ് ദിസ് ദ റിക്വയർമെൻറ്റ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ വിൽ ബി ലോവർ ഡ്യൂറിങ് ദ പീരിയഡ് ഓഫ് ഡിപ്രഷൻ. മറിച്ച് ഡിപ്രഷൻ്റെ സമയമാണെങ്കിൽ അല്ലെങ്കിൽ മാന്ദ്യകാലത്താണെന്നുണ്ടെങ്കിൽ റിക്വയർമെൻറ്റ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ എന്നുള്ളത് സ്വാഭാവികമായിട്ടും എന്തായിരിക്കും? കുറവായിരിക്കും. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ സെയിൽസും പ്രൊഡക്ഷനും കുറവായതുകൊണ്ട്, വിൽപ്പനയും നിർമ്മാണവും കുറവായ കാരണം കൊണ്ട് തന്നെ ഡിപ്രഷൻ പീരീഡിൽ വർക്കിംഗ് ക്യാപിറ്റൽ താരതമ്യേന ബൂം പീരീഡിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറവായിരിക്കും. മറിച്ച് ബൂം പീരീഡ് ആണെങ്കിൽ വിൽപ്പനയും സെയിൽസും കൂടുതലായ കാരണം കൊണ്ട് തന്നെ ലാർജർ എമൗണ്ട് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ വേണ്ടിവരും. അപ്പോൾ ബിസിനസ് സൈക്കിൾ എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? ഇൻട്രൊഡക്ഷൻ, ബൂം പീരീഡ്, മെച്യൂരിറ്റി, ഡിക്ലൈൻ ആൻഡ് ഡിപ്രഷൻ, റിക്കവറി, ഇത്തരത്തിലുള്ള സ്റ്റേജുകൾ കൂടിയിട്ടുള്ള ഒരു ബിസിനസ്സിൻ്റെ ഘട്ടം അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റിൻ്റെ ഘട്ടത്തിനെ നമ്മൾ ബിസിനസ് സൈക്കിൾ എന്ന് പറയുന്നത്. ഇപ്പോൾ ബൂം പീരീഡ് ആണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും പ്രൊഡക്ഷൻ കൂടുതലായിട്ട് വേണ്ടിവരും. അതോടൊപ്പം തന്നെ ബൂം എന്ന് പറഞ്ഞാൽ ഉയർച്ച പീരീഡ്. അതോടൊപ്പം തന്നെ സെയിൽസും കൂടുന്ന കാരണം കൊണ്ട് തന്നെ വർക്കിംഗ് ക്യാപിറ്റൽ കൂടുതലായിട്ട് വേണ്ടിവരും. മറിച്ച് ഡിപ്രഷൻ പീരീഡ് ആണെന്നുണ്ടെങ്കിൽ വർക്കിംഗ് ക്യാപിറ്റൽ സ്വാഭാവികമായിട്ടും താരതമ്യേന കുറവ് മതി. കാരണം പ്രൊഡക്ഷനും സെയിൽസും സ്മാൾസ് ആണ്. അടുത്തത് നാലാമത്തത് സീസണൽ ഫാക്ടേഴ്സ്. മോർ ബിസിനസ് ഹാവ് സം സീസണാലിറ്റി ഇൻ ദെയർ ഓപ്പറേഷൻസ്. In peak season, because of higher level of activity, larger amount of working capital is required. As against this, the level of activity as well as the requirement for working capital will be lower during the lean season. അതായത് സീസണാലിറ്റി അല്ലെങ്കിൽ സീസണൽ ഘടകങ്ങൾ എന്ന് പറഞ്ഞാൽ ചില ബിസിനസ്സുകളുടെ പ്രവർത്തനം എന്ന് പറയുന്നത് സീസണലാണ്. തിരക്ക് പിടിച്ച സീസണിൽ പ്രവർത്തനത്തിൻ്റെ അളവ് കൂടുന്നത് മൂലം കൂടുതൽ പ്രവർത്തന മൂലധനം അവർക്ക് വേണ്ടിവരും. മറിച്ച് തിരക്ക് കുറഞ്ഞ സീസണുകളിൽ പ്രവർത്തന അളവ് കുറയുന്നത് മൂലം പ്രവർത്തന മൂലധനം സ്വാഭാവികമായിട്ടും കുറച്ചു മാത്രം മതിയാകും. അപ്പോൾ മോസ്റ്റ് ബിസിനസ് ഹാവ് സം സീസണാലിറ്റി ഇൻ ദെയർ ഓപ്പറേഷൻസ്. കൂടുതൽ ബിസിനസ്സുകൾക്കും അതിൻ്റെ ഓപ്പറേഷൻസിൽ സീസണാലിറ്റി ഉണ്ട്. ഇൻ പീക്ക് സീസൺസ് അല്ലെങ്കിൽ ഉന്നതിയുള്ള സീസൺസ് അല്ലെങ്കിൽ ഉയർച്ചയുള്ള സീസൺ ആണെങ്കിൽ ബിക്കോസ് ഓഫ് ഹയർ ലെവൽ ഓഫ് ആക്ടിവിറ്റി മുഖാന്തരം ലാർജർ എമൗണ്ട് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ ഈസ് റിക്വയേർഡ്. അല്ലെങ്കിൽ ഉയർന്ന എമൗണ്ട് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ അവർക്ക് ആവശ്യമായിട്ട് വരും. ആസ് എഗെയിൻസ്റ്റ് ദിസ്, ഇതിന് വിരുദ്ധമായിട്ട് ദ ലെവൽ ഓഫ് ആക്ടിവിറ്റി ആസ് വെൽ ആസ് ദ റിക്വയർമെൻറ്റ് ഫോർ വർക്കിംഗ് ക്യാപിറ്റൽ വിൽ ബി ലോവർ ഡ്യൂറിങ് ദ ലീൻ സീസൺ. മറിച്ച് ലീൻ സീസൺ ആണെന്നെങ്കിൽ വർക്കിംഗ് ക്യാപിറ്റലും ലെവൽ ഓഫ് ആക്ടിവിറ്റിയും സ്വാഭാവികമായിട്ട് എന്തായിരിക്കും? കുറച്ച് മതിയാകും. അടുത്തത് പ്രൊഡക്ഷൻ സൈക്കിൾ അല്ലെങ്കിൽ ഉൽപാദന ചക്രം. പ്രൊഡക്ഷൻ സൈക്കിൾ ഈസ് ദ ടൈം സ്പാൻ ബിറ്റ്വീൻ ദ റെസിപ്റ്റ് ഓഫ് റോ മെറ്റീരിയൽ ആൻഡ് ദെയർ കൺവേർഷൻ ഇൻ ടു ഫിനിഷ്ഡ് ഗുഡ്സ്. Some business have longer production cycle and some have shorter production cycle. Working capital requirement is higher in longer production cycle and lower in shorter production cycle. ഉൽപാദന ചക്രം അല്ലെങ്കിൽ പ്രൊഡക്ഷൻ സൈക്കിൾ എന്ന് പറഞ്ഞാൽ അസംസ്കൃത വസ്തുക്കൾ ലഭിക്കുന്നത് മുതൽ അതിനെ അന്തിമ ഉൽപ്പന്നങ്ങൾ അല്ലെങ്കിൽ ഫിനിഷ്ഡ് ഗുഡ്സ് ആക്കി മാറ്റുന്നത് വരെയുള്ള സമയത്തിനെയാണ് നമ്മൾ ഉൽപാദന ചക്രം അല്ലെങ്കിൽ പ്രൊഡക്ഷൻ സൈക്കിൾ എന്ന് പറയുന്നത്. ഇപ്പോൾ ഉൽപാദന ചക്രം സ്വാഭാവികമായിട്ടും നീളമേറിയ സ്ഥാപനമാണെന്നുണ്ടെങ്കിൽ നീളം കുറഞ്ഞ ഉൽപാദന ചക്രമുള്ള സ്ഥാപനങ്ങളെക്കാൾ പ്രവർത്തന മൂലധനം കൂടുതലായിട്ട് അവർക്ക് വേണ്ടിവരും. ചില കമ്പനികളുടെ അല്ലെങ്കിൽ ചില പ്രൊഡക്റ്റുകളുടെ ഉൽപാദന ചക്രം വളരെ കൂടുതലായിരിക്കും. അപ്പോൾ റോ മെറ്റീരിയൽസിൽ നിന്നും ഫിനിഷ്ഡ് ഗുഡ്സ് ആക്കി മാറ്റുന്നത് വരെയുള്ള അതിൻ്റെ ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് ഉണ്ടാകുന്ന തോത് അല്ലെങ്കിൽ അതിൻ്റെ ദൈർഘ്യം കൂടുതലാണെന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള സ്ഥാപനങ്ങളെ സംബന്ധിച്ചിടത്തോളം ലാർജർ പ്രൊഡക്ഷൻ സൈക്കിളിൻ്റെ സ്ഥാപനങ്ങളെ സംബന്ധിച്ചിടത്തോളം അത്രയും കാലത്തേക്ക് അവർക്ക് എന്ത് വേണ്ടിവരും? വർക്കിംഗ് ക്യാപിറ്റൽ അല്ലെങ്കിൽ പ്രവർത്തന മൂലധനം ആവശ്യമായിട്ട് വരും. മറിച്ച് ഉൽപാദന ചക്രം കുറവുള്ള സ്ഥാപനങ്ങളാണെങ്കിൽ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ സൈക്കിൾ കുറവുള്ള സ്ഥാപനങ്ങളാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ അളവും കുറയ്ക്കാൻ കഴിയും.
അടുത്തത് ക്രെഡിറ്റ് അലൗഡ്. ഡിഫറെൻറ്റ് ഫേംസ് അലൗ ഡിഫറെൻറ്റ് ക്രെഡിറ്റ് ടേംസ് ടു ദെയർ കസ്റ്റമേഴ്സ്. ദീസ് ഡിപ്പെൻഡ് അപ്പോൺ ദ ലെവൽ ഓഫ് കോമ്പറ്റീഷൻ ദാറ്റ് എ ഫേം ഫേസസ് ആസ് വെൽ ആസ് ദ ക്രെഡിറ്റ് വർത്തിനെസ് ഓഫ് ദെയർ ക്ലയൻറ്റിൽ. എ ലിബറൽ ക്രെഡിറ്റ് പോളിസി റിസൾട്ട്സ് ഇൻ ഹയർ എമൗണ്ട് ഓഫ് ഡെപ്റ്റേഴ്സ്, ഇൻക്രീസിംഗ് ദ റിക്വയർമെൻറ്റ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ. ക്രെഡിറ്റ് അലൗഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? കടം അനുവദിക്കൽ എന്ന് പറയുന്നത്. സാധനങ്ങൾ ഉദാരമായി കടത്തിൽ വിറ്റാൽ പിരിഞ്ഞു കിട്ടാനുള്ള തുക കൂടുകയും അതുവഴി പ്രവർത്തന മൂലധനത്തിൻ്റെ ആവശ്യകത കൂടുകയും ചെയ്യുന്നു. ഡിഫറെൻറ്റ് ഫേംസ് അലൗ ഡിഫറെൻറ്റ് ക്രെഡിറ്റ് ടേംസ് ടു ദെയർ കസ്റ്റമേഴ്സ്. വ്യത്യസ്ത ഫേമുകൾ വ്യത്യസ്ത ക്രെഡിറ്റ് ടേംസുകളാണ് അവരുടെ കസ്റ്റമേഴ്സിന് പ്രൊവൈഡ് ചെയ്യുന്നത്. ദീസ് ഡിപ്പെൻഡ് അപ്പോൺ ദ ലെവൽ ഓഫ് കോമ്പറ്റീഷൻ ദാറ്റ് എ ഫേം ഫേസസ് ആസ് വെൽ ആസ് ദ ക്രെഡിറ്റ് വർത്തിനെസ് ഓഫ് ദെയർ ക്ലയൻറ്റ്സ്. ഇത് ഡിപ്പെൻഡ് ചെയ്യുന്ന പ്രധാനമായിട്ടും ഫേമിൻ്റെ ലെവൽ ഓഫ് കോമ്പറ്റീഷനും അതുപോലെ തന്നെ ക്ലയൻറ്റിൻ്റെ ക്രെഡിറ്റ് വർത്തിനെസ്സിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. എ ലിബറൽ ക്രെഡിറ്റ് പോളിസി റിസൾട്ട്സ് ഇൻ ഹയർ എമൗണ്ട് ഓഫ് ഡെപ്റ്റേഴ്സ്, ഇൻക്രീസിംഗ് ദ റിക്വയർമെൻറ്റ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ. അതായത് ക്രെഡിറ്റ് പോളിസി ലിബറൽ ആണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ കടം അനുവദിക്കുന്ന പ്രവർത്തനം ലിബറൽ ആണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും എന്ത് സംഭവിക്കും? വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ റിക്വയർമെൻറ്റും ഇൻക്രീസ് ചെയ്യും. അതായത് സാധനങ്ങൾ ഉദാരമായി കടത്തിൽ വിറ്റാൽ പിരിഞ്ഞു കിട്ടാനുള്ള തുക കൂടുകയും അതുവഴി പ്രവർത്തന മൂലധനത്തിൻ്റെ ആവശ്യകത കൂടുകയും ചെയ്യും. അപ്പോൾ കൂടുതൽ കടം കൊടുക്കാനുള്ള ഒരു പ്രവണത അല്ലെങ്കിൽ കടം അനുവദിക്കുന്ന പ്രവണത സ്ഥാപനം നൽകുകയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഡെപ്റ്റേഴ്സിൻ്റെ അളവ് കൂടുന്തോറും പ്രവർത്തന മൂലധനം അവർക്ക് കൂടുതലായിട്ട് ഡെവലപ്പ് ചെയ്യേണ്ടതായിട്ട് വരും. അടുത്തത് ക്രെഡിറ്റ് അവൈൽഡ്. ജസ്റ്റ് ആസ് എ ഫേം അലൗസ് ക്രെഡിറ്റ് ടു ഇറ്റ്സ് കസ്റ്റമേഴ്സ്, it also may get credit from its suppliers. To the extent it avails the credit on purchases, the working capital requirement is reduced. അതായത് കടത്തിൻ്റെ ലഭ്യത എന്ന് പറയുന്നത് ബിസിനസ്സിന് സപ്ലയർമാരിൽ നിന്നും സാധനങ്ങൾ കടമായി ലഭിക്കാറുണ്ട്. കൂടുതലായി കടം ലഭിച്ചാൽ പ്രവർത്തന മൂലധനത്തിൻ്റെ ആവശ്യകത കുറയും. അപ്പോൾ കടം കൊടുക്കുന്ന പോലെ തന്നെയാണ് കടം തിരിച്ചു ലഭിക്കുന്നത്. ക്രെഡിറ്റേഴ്സിൻ്റെ കയ്യിൽ നിന്നും കടമായിട്ട് പണം ലഭിക്കാറുണ്ട്, അല്ലെങ്കിൽ സപ്ലയേഴ്സിൻ്റെ കയ്യിൽ നിന്നും കടമായിട്ട് ലഭിക്കാറുണ്ട്. ഇങ്ങനെ പണം കടമായിട്ട് ലഭിക്കുന്നത് കൂടുതലായിട്ട് കടം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ സ്ഥാപനത്തിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പ്രവർത്തന മൂലധനം അല്ലെങ്കിൽ വർക്കിംഗ് ക്യാപിറ്റൽ താരതമ്യേന റെഡ്യൂസ് ചെയ്യാൻ കഴിയും. ക്രെഡിറ്റ് അവൈൽഡ് അല്ലെങ്കിൽ കടത്തിൻ്റെ ലഭ്യത എന്ന് പറയുന്നതാണ്. Just as a firm credit to its customers, it also may get credit from its suppliers. To the extent it avails the credit on purchases, the working capital requirement is reduced. അടുത്തത് ഓപ്പറേറ്റിംഗ് എഫിഷ്യൻസി. എട്ടാമത്തത് ഓപ്പറേറ്റിംഗ് എഫിഷ്യൻസി അല്ലെങ്കിൽ വളർച്ചാ സാധ്യത എന്ന് പറയുന്നത്. ഫേംസ് മാനേജ് ദെയർ ഓപ്പറേഷൻസ് വിത്ത് വേരീഡ് ഡിഗ്രീസ് ഓഫ് എഫിഷ്യൻസി. For example, a firm managing its raw materials efficiently may be able to manage with a smaller balance. അതായത് ഒരു സ്ഥാപനം അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്നതാണെങ്കിൽ വിൽപ്പന ടാർഗറ്റുകൾ നേടുന്നതിന് കൂടുതൽ പ്രവർത്തന മൂലധനം വേണം. ഇപ്പോൾ ഫേംസ് മാനേജ് ദെയർ ഓപ്പറേഷൻസ് വിത്ത് വേരീഡ് ഡിഗ്രീസ് ഓഫ് എഫിഷ്യൻസി. ഫോർ എക്സാമ്പിൾ, എ ഫേം മാനേജിങ് ഇറ്റ്സ് റോ മെറ്റീരിയൽസ് എഫിഷ്യൻ്റ്ലി. ഒരു ഫേം അതിൻ്റെ റോ മെറ്റീരിയൽസ് എഫിഷ്യൻ്റ്ലി മാനേജ് ചെയ്യുകയാണെങ്കിൽ മേ ബി ഏബിൾ ടു മാനേജ് വിത്ത് എ സ്മാളർ ബാലൻസ്. സ്മാളർ ബാലൻസിൽ മാനേജ് ചെയ്യാനുള്ള ഫെസിലിറ്റി അതിന് ഉണ്ടായിരിക്കും. ഒരു സ്ഥാപനം അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്നതാണെങ്കിൽ വിൽപ്പന ടാർഗറ്റുകൾ നേടുന്നതിന് കൂടുതലായി പ്രവർത്തന മൂലധനം അവർക്ക് ആവശ്യമായിട്ട് വരും. അടുത്തത് അവൈലബിലിറ്റി ഓഫ് റോ മെറ്റീരിയൽസ് അല്ലെങ്കിൽ അസംസ്കൃത വസ്തുക്കളുടെ ലഭ്യത എന്ന് പറയുന്നത്. If the raw materials and other required materials are available freely and continuously, lower stock levels may suffice. If, however, raw materials do not have a record of uninterrupted availability, higher stock levels may be required. അതായത് അസംസ്കൃത വസ്തുക്കൾ സുഗമമായും കൃത്യമായും ലഭ്യമാണെന്നുണ്ടെങ്കിൽ അവ കുറച്ചു മാത്രം സ്റ്റോക്ക് ചെയ്താൽ മതിയാകും. സാധനങ്ങൾക്ക് ഓർഡറുകൾ കൊടുക്കുന്നതിനും ലഭിക്കുന്നതിനുമിടയിലുള്ള ലീഡ് ടൈം പ്രസക്തമാണ്. അതുകൊണ്ട് തന്നെ ലീഡ് ടൈം ദൈർഘ്യമേറിയതാണെന്നുണ്ടെങ്കിൽ കൂടുതൽ പ്രവർത്തന മൂലധനം ആവശ്യമായിട്ട് വരും. ഇഫ് ദ റോ മെറ്റീരിയൽസ് ആൻഡ് അതർ റിക്വയർഡ് മെറ്റീരിയൽസ് ആർ അവൈലബിൾ ഫ്രീലി ആൻഡ് കണ്ടിന്യൂസ്ലി. റോ മെറ്റീരിയൽസും മറ്റ് അവൈലബിൾ മെറ്റീരിയൽസും ഫ്രീ ആയിട്ടും തുടർച്ചയായിട്ട് ലഭിക്കുകയാണെന്നുണ്ടെങ്കിൽ ലോവർ സ്റ്റോക്ക് ലെവൽസ് മേ സഫൈസ്. കുറഞ്ഞ സ്റ്റോക്ക് ലെവൽ മാത്രമേ അവർക്ക് നിർത്തേണ്ടതായിട്ട് വരുള്ളൂ.
If, however, raw materials do not have a record of uninterrupted availability, raw materialsന് അത്തരത്തിലുള്ള അൺഇൻറ്ററപ്റ്റഡ് അവൈലബിലിറ്റി ഇല്ലെങ്കിൽ ഹയർ സ്റ്റോക്ക് ലെവൽസ് മേ ബി റിക്വയർഡ്, ഉയർന്ന സ്റ്റോക്ക് ലെവൽസ് ആവശ്യമായിട്ട് വരും. അടുത്തത് ഗ്രോത്ത് പ്രോസ്പെക്ട്സ്. പത്താമത്തത് ഗ്രോത്ത് പ്രോസ്പെക്ട്സ് അല്ലെങ്കിൽ മത്സരത്തിൻ്റെ ലെവൽ എന്ന് പറയാം. If the growth potential of a concern is perceived to be higher, it will require a large amount of working capital so that it is able to meet higher production and sales target whenever required. അതായത് ഇഫ് ദ ഗ്രോത്ത് പൊട്ടൻഷ്യൽ ഓഫ് എ കൺസേൺ, ഒരു കൺസേണിൻ്റെ ഗ്രോത്ത് പൊട്ടൻഷ്യൽ കൂടുതലാണെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ റിക്വയർ ലാർജ് എമൗണ്ട് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ, കൂടുതൽ വർക്കിംഗ് ക്യാപിറ്റൽ അവർക്ക് ആവശ്യമായിട്ട് വരും. സോ ദാറ്റ് ഇറ്റ് ഈസ് ഏബിൾ ടു മീറ്റ് ഹയർ പ്രൊഡക്ഷൻ, അത് കൂടുതലായിട്ട് പ്രൊഡക്ഷൻ മെയിൻറ്റെയിൻ ചെയ്യുകയും സെയിൽസ് ടാർഗറ്റ് വെൻ എവർ റിക്വയർഡ്, ആവശ്യമായി വരുന്ന സമയത്ത് സെയിൽസ് ടാർഗറ്റ് നേടിയെടുക്കുകയും ചെയ്യേണ്ടതായിട്ട് വരും. അതായത് ഇഫ് ദ ഗ്രോത്ത് പൊട്ടൻഷ്യൽ ഓഫ് എ കൺസേൺ, ഒരു കൺസേണിൻ്റെ ഗ്രോത്ത് പൊട്ടൻഷ്യൽ എന്നുള്ളത് ഈസ് പെർസീവ്ഡ് ടു ബി ഹയർ, ഹയർ ആണെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ റിക്വയർ ലാർജർ എമൗണ്ട് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ, ഉയർന്ന വർക്കിംഗ് ക്യാപിറ്റൽ അവർക്ക് ആവശ്യമായിട്ട് വരികയും സോ ദാറ്റ് ഇറ്റ് ഈസ് ഏബിൾ ടു മീറ്റ് ഹയർ പ്രൊഡക്ഷൻ ആൻഡ് സെയിൽസ് ടാർഗറ്റ്, ഉയർന്ന പ്രൊഡക്ഷൻ ആൻഡ് സെയിൽസ് ടാർഗറ്റ് അവർക്ക് ആവശ്യമായിട്ട് വരികയും ചെയ്യും. 11ാമത്തെ ലെവൽ ഓഫ് കോമ്പറ്റീഷൻ അല്ലെങ്കിൽ മത്സരത്തിൻ്റെ ലെവൽ എന്ന് പറയുന്നത് higher level of competitiveness may necessitate larger stocks of finished goods to meet urgent orders from customers. This increase the working capital requirement. Competition may also force the firm to extend liberal credit terms discussed earlier. അതായത് വിപണിയിൽ കടുത്ത മത്സരമാണെന്നുണ്ടെങ്കിൽ ഉപഭോക്താക്കളുടെ ആവശ്യങ്ങൾ നേരിടാൻ കൂടുതൽ സാധനങ്ങൾ സ്റ്റോക്ക് ചെയ്യേണ്ടതായിട്ട് വരും. ഇത് പ്രവർത്തന മൂലധനത്തിൻ്റെ ആവശ്യകത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഹയർ ലെവൽ ഓഫ് കോമ്പറ്റീറ്റീവ്നെസ്സിൻ്റെ ഉയർന്ന ലെവൽ ഉണ്ടെങ്കിൽ മേ നെസസിറ്റേറ്റ് ഹയർ അല്ലെങ്കിൽ ലാർജർ സ്റ്റോക്സ് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് ടു മീറ്റ് അർജൻറ്റ് ഓർഡേഴ്സ് ഫ്രം കസ്റ്റമേഴ്സ്. അത് സ്പെല്ലിംഗ് തെറ്റിയതാണ്, ലാർജർ എന്നാണത്. നെസസിറ്റേറ്റ് കഴിഞ്ഞിട്ടുള്ള വാക്ക് ലാർജർ എന്നുള്ളതാണ്, അത് ടൈപ്പ് ചെയ്തപ്പോൾ വന്ന മിസ്റ്റേക്കാണ്. ലാർജർ സ്റ്റോക്സ് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് ടു മീറ്റ് അർജൻറ്റ് ഓർഡേഴ്സ് ഫ്രം കസ്റ്റമേഴ്സ്. ദിസ് ഇൻക്രീസ് ദ വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്. കോമ്പറ്റീഷൻ മേ ആൾസോ ഫോഴ്സ് ദ ഫേം ടു എക്സ്റ്റെൻഡ് ലിബറൽ ക്രെഡിറ്റ് ടേംസ് ഡിസ്കസ്ഡ് ഏർലിയർ. അതായത് വിപണിയിൽ കടുത്ത മത്സരമാണെന്നുണ്ടെങ്കിൽ ഉപഭോക്താക്കളുടെ ആവശ്യങ്ങൾ നേരിടാൻ കൂടുതൽ സാധനങ്ങൾ സ്റ്റോക്ക് ചെയ്യേണ്ടതായിട്ട് വരും. ഇത് പ്രവർത്തന മൂലധനത്തിൻ്റെ ആവശ്യകത വർദ്ധിപ്പിക്കുകയും ചെയ്യും. 12ാമത്തത് ഇൻഫ്ലേഷൻ അല്ലെങ്കിൽ പണപ്പെരുപ്പം. വിത്ത് റൈസിംഗ് പ്രൈസസ് ലാർജർ എമൗണ്ട്സ് ആർ റിക്വയർഡ് ടു മെയിൻറ്റെയിൻ എ കോൺസ്റ്റൻറ്റ് വോള്യൂം ഓഫ് പ്രൊഡക്ഷൻ ആൻഡ് സെയിൽസ്. ദ വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ് ഓഫ് എ ബിസിനസ് ദസ് ബിക്കം ഹയർ വിത്ത് ഹയർ റേറ്റ് ഓഫ് ഇൻഫ്ലേഷൻ. അതായത് പണപ്പെരുപ്പത്തിൻ്റെ കാലമാണെന്നുണ്ടെങ്കിൽ പണപ്പെരുപ്പത്തിൻ്റെ കാലത്ത് ഉൽപ്പാദനത്തിൻ്റെയും വിൽപ്പനയുടെയും ലെവൽ സ്ഥിരമായി നിലനിർത്താൻ കൂടുതൽ പണം ആവശ്യമായതിനാൽ പ്രവർത്തന മൂലധനം കൂടുതലായിട്ട് വേണ്ടിവരും. ഇപ്പോൾ പണപ്പെരുപ്പമാണ് വരിക. പണപ്പെരുപ്പം എന്ന് പറയുന്നതാണ് ഇൻഫ്ലേഷൻ. ഇൻഫ്ലേഷൻ്റെ കാലമാണെന്നുണ്ടെങ്കിൽ ഉൽപ്പാദനത്തിൻ്റെയും വിൽപ്പനയുടെയും ലെവൽ സ്ഥിരമായി നിലനിർത്താൻ കൂടുതൽ പണം ആവശ്യമായതിനാൽ പ്രവർത്തന മൂലധനം കൂടുതലായിട്ട് വേണ്ടിവരും. വിത്ത് ഇൻഫ്ലേഷൻ എന്ന് പറയുമ്പോൾ എന്താ പറയുക, റൈസിങ് പ്രൈസസിൽ റൈസിങ് ഉണ്ടാവുക, അല്ലെങ്കിൽ റൈസിങ് പ്രൈസസ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശം എന്താണ്, ഗുഡ്സിൻ്റെ വിലയിൽ ഉയർച്ച ഉണ്ടാവുക. ലാർജർ എമൗണ്ട്സ് ആർ റിക്വയർഡ് ടു മെയിൻറ്റെയിൻ എ കോൺസ്റ്റൻറ്റ് വോള്യൂം ഓഫ് പ്രൊഡക്ഷൻ ആൻഡ് സെയിൽസ്. പ്രൊഡക്ഷൻ ആൻഡ് സെയിൽസ് കോൺസ്റ്റൻ്റ് ആക്കി നിർത്താൻ കൂടുതൽ എമൗണ്ട് ആവശ്യമായിട്ട് വരും. സോ ദ വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ് ഓഫ് എ ബിസിനസ്, ഒരു ബിസിനസ്സിൻ്റെ വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ് എന്നുള്ളത് ദസ് ബിക്കം ഹയർ വിത്ത് ഹയർ റേറ്റ് ഓഫ് ഇൻഫ്ലേഷൻ. ഇൻഫ്ലേഷൻ റേറ്റ് കൂടുന്നതോടുകൂടി വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ് എന്ത് വരും, ഇൻക്രീസ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ഇതാണ് 12 തരത്തിലുള്ള ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദ റിക്വയർമെൻറ്റ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ. വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ റിക്വയർമെൻറ്റിനെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട 12 ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. ജസ്റ്റ് ഒന്നുകൂടി പറയാം. ഫസ്റ്റ് വൺ, നാച്ചർ ഓഫ് ബിസിനസ് അല്ലെങ്കിൽ ബിസിനസ്സിൻ്റെ സ്വഭാവം. രണ്ടാമത്തത് സ്കെയിൽ ഓഫ് ഓപ്പറേഷൻസ്, സ്കെയിൽ ഓഫ് ഓപ്പറേഷൻ അല്ലെങ്കിൽ പ്രവർത്തനത്തിൻ്റെ അളവ്. മൂന്നാമത്തത് ബിസിനസ് സൈക്കിൾ. നാലാമത്തത് സീസണൽ ഫാക്ടേഴ്സ് അല്ലെങ്കിൽ സീസണൽ ഘടകങ്ങൾ. അഞ്ചാമത്തത് പ്രൊഡക്ഷൻ സൈക്കിൾ അല്ലെങ്കിൽ ഉൽപ്പാദന ചക്രം. ആറാമത്തത് ക്രെഡിറ്റ് അലൗഡ് അല്ലെങ്കിൽ കടത്തിൻ്റെ ലഭ്യത.
ഏഴാമത്തത് ക്രെഡിറ്റ് അവെയിൽഡ് അല്ലെങ്കിൽ ക്രെഡിറ്റ് അലൗഡ് അല്ലെങ്കിൽ കടം അനുവദിക്കൽ, ക്രെഡിറ്റ് അവെയിൽഡ് അല്ലെങ്കിൽ കടത്തിൻ്റെ ലഭ്യത. എട്ടാമത്തത് ഓപ്പറേറ്റിംഗ് എഫിഷ്യൻസി. ഓപ്പറേറ്റിംഗ് എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ എന്താണ്? വളർച്ച സാധ്യത എന്നൊക്കെ പറയാം. അതുപോലെ തന്നെ അവൈലബിലിറ്റി ഓഫ് റോ മെറ്റീരിയൽസിൻ്റെ അല്ലെങ്കിൽ അസംസ്കൃത വസ്തുക്കളുടെ ലഭ്യത, ഗ്രോത്ത് പ്രോസ്പെക്ട്സ് അല്ലെങ്കിൽ വളർച്ചാ സാധ്യത, ലെവൽ ഓഫ് കോമ്പറ്റീഷൻ അല്ലെങ്കിൽ മത്സരത്തിൻ്റെ ലെവൽ, പിന്നെ അതുപോലെ തന്നെ ഇൻഫ്ലേഷൻ അല്ലെങ്കിൽ പണപ്പെരുപ്പം. ഇത്രയാണ് ഈ ഒരു ഭാഗത്തിൽ പറയുന്നത്. അപ്പോൾ നമ്മളുടെ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്നുള്ള 9ാമത്തെ ചാപ്റ്റർ അങ്ങനെ അവസാനിച്ചു. അപ്പോൾ അത് അതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്? ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്താണെന്നും അതിന് മുമ്പ് നമ്മൾ എന്താണ് ബിസിനസ് ഫിനാൻസ് എന്ന് പറഞ്ഞു. ബിസിനസ് ഫിനാൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതിലെ പ്രധാനപ്പെട്ട 2 സോഴ്സാണ് ബോറോഡ് ഫണ്ടും ഓൺഡ് ഫണ്ടും. സ്വന്തമായി സമാഹരിച്ച ഫണ്ടുകളും വായ്പയായി എടുത്ത ഫണ്ടുകളും അത് ഏതെല്ലാമാണെന്ന് പറഞ്ഞു. പിന്നെ അത് കഴിഞ്ഞ ശേഷം നമ്മൾ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞു. അതിൻ്റെ പ്രാധാന്യം എന്താണെന്ന് പറഞ്ഞു. പിന്നെ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിനെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട 3 ഡിസിഷൻസ്, ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ അല്ലെങ്കിൽ നിക്ഷേപ തീരുമാനങ്ങൾ, അതിനെ ബാധിക്കുന്ന ഫാക്ടേഴ്സ്, ഫിനാൻസിങ് ഡിസിഷൻ അതിനെ ബാധിക്കുന്ന ഫാക്ടേഴ്സ്, ലാസ്റ്റ് ഡിവിഡൻഡ് ഡിസിഷൻ അതിനെ ബാധിക്കുന്ന ഫാക്ടേഴ്സ്. പിന്നെ അതിനുശേഷം നമ്മൾ എന്ത് പറഞ്ഞു? 2 ടൈപ്പ് ഓഫ് ഫണ്ടുകൾ, ഫിനാൻഷ്യൽ ഫണ്ടുകൾ പറഞ്ഞു. ഒന്ന് ബോറോഡ് ഫണ്ടും പിന്നെ ഒന്ന് ഓൺഡ് ഫണ്ടും. പിന്നെ ഫിനാൻഷ്യൽ പ്ലാനിങ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമ്മൾ പറഞ്ഞു. പിന്നെ അതിനുശേഷം നമ്മൾ കുറച്ച് ടേംസുകൾ, ഫിക്സഡ് അസറ്റ്സ് എന്താണ്, കറണ്ട് അസറ്റ് എന്താണ്, അതുപോലെ തന്നെ കറണ്ട് ലയബിലിറ്റി എന്താണ്, ഫിക്സഡ് ലയബിലിറ്റി എന്താണ്, ഫിക്സഡ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താണ്, വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താണ്, ഫിക്സഡ് ക്യാപിറ്റലിനെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട ഫാക്ടേഴ്സ്, വർക്കിംഗ് ക്യാപിറ്റലിനെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട ഫാക്ടേഴ്സ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പറഞ്ഞത്. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എന്താണെന്നും നിക്ഷേപ തീരുമാനങ്ങൾ എന്താണെന്നും അതുപോലെ തന്നെ വർക്കിംഗ് ക്യാപിറ്റൽ എന്താണെന്നും ഫിക്സഡ് ക്യാപിറ്റൽ എന്താണെന്നും നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ എന്താണെന്നും ഇത്തരത്തിലുള്ള കുറച്ച് ടേംസുകൾ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വർക്കിംഗ് ക്യാപിറ്റലിനെ ബാധിക്കുന്ന ഫാക്ടേഴ്സ് ചോദിക്കാറുണ്ട്, 4 മാർക്കിന് ചോദിക്കാറുണ്ട്. ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദ റിക്വയർമെൻറ്റ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ എന്നുള്ള ഭാഗം ചോദിക്കാറുണ്ട്. അപ്പോൾ ഈ ഭാഗങ്ങളൊക്കെ ഇപ്പോൾ ഈ ഒരു ചാപ്റ്ററിൻ്റെ വീഡിയോസ് എല്ലാവരും തുടക്കം മുതൽക്കുള്ള എല്ലാ വീഡിയോസും എല്ലാവരും നിർബന്ധമായിട്ടും കാണുക. ഓക്കെ, താങ്ക് യു.